യാഗം കഴിക്കുന്ന വിശുദ്ധന്മാർ. ഹലോ, യാഗം കഴിക്കുന്ന വിശുദ്ധന്മാർ. അവർ എൻ്റെ അടുക്കലോട്ടങ്ങ് കൂടുവീൻ, അല്ലെങ്കിൽ അവരെ കൂട്ടുവീൻ. അവരെ 5 വൻകരകളിൽ നിന്നും 4 കോണുകളിൽ നിന്നും എൻ്റെ അടുക്കലേക്ക് കൂട്ടുവീൻ. ഉടമ്പടി ചെയ്തവർ എൻ്റെ അടുക്കൽ വരട്ടെ. യേശുവിനേക്കാൾ അധികം മറ്റൊന്നും സ്നേഹിക്കാത്ത ഉടമ്പടി ചെയ്തവർ, തങ്ങളുടെ ശരീരങ്ങളെ തങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ യേശുവിന് വേണ്ടി കൊടുത്ത് യാഗം കഴിച്ചവർ, ദൈവം തരുന്നതെല്ലാം കർത്താവിൻ്റെ പാദത്തിൽ എറിഞ്ഞുകൊടുത്ത് യാഗം കഴിക്കുന്നവർ, ജീവിതം മുഴുവൻ മറ്റൊന്നിനെയും കണ്ടുകൊണ്ടല്ല വിശ്വാസത്താൽ ജീവിച്ച് അതൊരു യാഗമാക്കി മാറ്റുന്നവർ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഇന്ന് ഈ തിരുവചനം പറയുമ്പോൾ ദൈവജനമേ, കർത്താവ് നമ്മളെ നടത്തും. ഒരാഴമേറിയ അടിയുറച്ച വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകട്ടെ. മറ്റൊരു വാക്കുകൂടെ പറഞ്ഞ് ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വേറെ എന്താണ് നമ്മൾ കഴിക്കേണ്ട യാഗം? യെസ്, അത് തന്നെ. സങ്കീർത്തനങ്ങൾ 50 അവസാനത്തെ വാക്യം, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഒരു സ്തോത്രത്തിൻ്റെ ജീവിതം, മറ്റൊരു വാക്ക് സ്തുതിയുടെ ജീവിതം. ഒരു വിശുദ്ധന്റെ ജീവിതം സ്തുതിയുടെ ജീവിതമായിരിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. സ്തുതി ദൈവത്തിന് ഇഷ്ടമുള്ള ഒന്നാണ്. സ്തോത്രം. നമ്മൾ ഈ സ്തോത്രം പറയുമ്പോൾ എങ്ങനെയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത്? ഈ മഹത്വപ്പെടുന്ന സ്തോത്രം ഏത്? ആമേൻ. എബ്രായ ലേഖനം 13 അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുവിൻ. അപ്പോൾ അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം, അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? അവൻ്റെ നാമം പറഞ്ഞ് സ്തോത്രം ചെയ്യണം. ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അവൻ്റെ നാമം പറഞ്ഞ് സ്തോത്രം ചെയ്യണം. അത് പറയുമ്പോൾ മഹത്വം വ്യാപരിക്കും, ഗ്ലോറി വ്യാപരിക്കും, ദൈവത്തിന് തേജസ് വ്യാപരിക്കും. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എത്ര കലുഷിതമായിടത്തും, എത്ര പൈശാചിക മണ്ഡലങ്ങൾ കുടിയിരിക്കുന്നിടത്തും നിങ്ങൾ അവൻ്റെ നാമത്തെ ഉച്ചരിച്ച് സ്തോത്രം പറഞ്ഞു തുടക്ക്. അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സാത്താൻ ആമേൻ വല വിരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കുടുംബത്തിനകത്ത് ഏതോ ഒരു അന്ധതയുടെ മൂടുപടം കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അവിടെ അവൻ്റെ നാമം ഏറ്റുപറയുക. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തവന് സ്തോത്രം ചെയ്യുവീൻ, ചെങ്കടലിനെ വിഭജിച്ചവന് സ്തോത്രം ചെയ്യുവീൻ, യോർദാനെ മുറിച്ചവന് സ്തോത്രം ചെയ്യുവീൻ. ഓ, കരങ്ങളെ ഒന്ന് ഉയർത്തി ഉയർത്തി ആ ദൈവത്തെ സ്തുതിക്കാം. ഓ, നാവുകളെ തുറന്ന് സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ഈ സമയം ഒരു വിടുതലുകൾ വ്യാപരിച്ചുകൊണ്ടിരിക്കും. യാഗം കഴിക്കുക, സ്തോത്രമെന്ന യാഗം, സ്തുതിയുടെ യാഗം, ആരാധനയുടെ യാഗം, അതരഫലമെന്ന യാഗം. ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ ഇടവിടാതെ സ്തോത്രം ഉയരട്ടെ. നിങ്ങളുടെ ആദരം സ്തോത്രത്താൽ നിറയട്ടെ. നിങ്ങൾ നടക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ കിടക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്യുന്നവരാകട്ടെ. ഒരു സ്തോത്രത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ നാമത്തിന്മേൽ നിൽക്കട്ടെ. നിരാശകൾ പറയുന്ന വാക്കല്ല, ദുഃഖങ്ങൾ പറയുന്ന വാക്കല്ല, സംശയങ്ങൾ പറയുന്ന വാക്കല്ല. ഓ, സംശയങ്ങൾ ഉച്ചരിക്കുന്ന അതരമല്ല. അതരത്തിൽ എപ്പോഴും ഏത് നേരത്തും സ്തോത്രം, 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 സ്തോത്രം. ചേർന്ന് ചേർന്ന് ദൈവത്തിന് നന്ദി.
അവന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളത് ചെയ്യുമ്പോൾ അത് മഹത്വപ്പെടുന്ന യാഗമാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നെനിക്കറിയാം. സ്തോത്രം. പിന്നെ എന്തിനു സ്തോത്രം ചെയ്യണം? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് എടുത്താട്ടെ. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. പിന്നെയോ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. സ്തോത്രം പറഞ്ഞില്ല. നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ പോലും അത് സ്തുതിയിൽ പൊതിഞ്ഞ് ദൈവത്തെ എത്തിക്കുക. സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഞെരുക്കങ്ങളെ, നിങ്ങളുടെ വൈഷമ്യങ്ങളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സ്തുതി എന്ന കവറിനകത്ത് പൊതിഞ്ഞ്, സ്തുതി എന്ന ആ സ്തോത്രമെന്ന ആ കവറിനകത്ത് പൊതിഞ്ഞ് കർത്താവിന് അർപ്പിക്കുക. നിങ്ങൾ ആവശ്യം പറയുമ്പോഴും അതൊരു ആരാധനയായി മാറട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് പകലും നടക്കുവാൻ ഇനി ഒത്തിരി ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. പൂർത്തീകരിക്കാൻ ഒത്തിരി ആവശ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. നിങ്ങൾക്കിനി ആവശ്യമായ ഒത്തിരി വിഷയങ്ങളുണ്ടാകാം. അതൊക്കെ കർത്താവിന് മുമ്പിൽ ചെന്ന് പറയുമ്പോഴും അവിടെയും ഒരു സ്തുതിയുടെ ആരാധന വെളിപ്പെടട്ടെ. കരച്ചിലുകളും ദുഃഖങ്ങളും ആവരാധികളും മാറിയിട്ട് നിന്റെ പ്രാർത്ഥനയുടെ സമയം മുഴുവൻ ആരാധനയുടെ സമയമായി മാറട്ടെ. നിന്റെ ആവശ്യങ്ങൾ പോലും ഒരു ആരാധനയായി കർത്താവിനെ തൊട്ടേ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം. എത്ര പേർ കർത്താവിന് നന്ദി പറയുന്നു? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട്, നീ തന്നതിനായി സ്തോത്രം. കർത്താവേ, എനിക്ക് ഇന്ന് ഈ വിഷയം പരിഹരിച്ചതിനായി സ്തോത്രം. പോരാ 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 പോരാ. ഹല്ലേലൂയ. കർത്താവേ, ആമേൻ, എനിക്ക് ഈ കടം കൊടുക്കാനുണ്ട്, അത് കൊടുക്കാൻ വഴി തുറന്നതിനായി സ്തോത്രം. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? എത്ര പേർ കർത്താവിന് ആരാധന കൊടുക്കുന്നു? എത്ര പേർ ദൈവത്തിന് നന്ദി പറയും? ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്നോന് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എത്ര പേർ ദൈവത്തിന് നന്ദി പറഞ്ഞ ആവശ്യങ്ങളെ കർത്താവിനോട് സ്തോത്രത്തോടെ അറിയിക്കുക. കർത്താവിനോട് സ്തോത്രത്തോടെ അറിയിക്കുക. എത്ര പേർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും? എനിക്കറിയാം ഇതൊരു ശാന്തമായ മെസ്സേജാണ്, വളരെ ലളിതമായ മെസ്സേജാണെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവിനോട് ഇത് പറയാൻ നിർബന്ധിച്ചു. കർത്താവിനോട് ഇത് പറയാൻ നിർബന്ധിച്ചു. ആമേൻ. നിങ്ങളെ ഇത് അറിയിക്കാൻ കർത്താവ് നിർബന്ധിച്ചു. ആമേൻ. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു മെസ്സേജ് ഇവിടെ എടുത്തേനെ. ദൈവം എന്നോട് പറഞ്ഞു നിങ്ങളോട് ഇത് പറയണമെന്ന്. കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ ദൈവം ആരാണെന്നോർത്ത് എപ്പോഴും സ്തുതിച്ചോണം. പ്രശ്നങ്ങളെ നോക്കി ഭാരപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, കർത്താവിനെ പറഞ്ഞ് സ്തുതിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ അടയുന്നിടത്ത് ഇത് പറഞ്ഞ് സ്തുതിച്ചോണം. പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ കരകവിഞ്ഞൊഴുകുമ്പോൾ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് നിൽക്കരുത്, ദൈവത്തെ നോക്കി സ്തുതിച്ചോണം. സ്തുതിച്ചോണം. നീ ചെന്ന് നിൽക്കുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ അതിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്, ദൈവത്തെ ഓർത്ത് സ്തുതിച്ചോണം. ഏകനായി മഹാത്ഭുതം ചെയ്തവന്, അത്ഭുതങ്ങൾ ചെയ്തവന്, അത്ഭുത മന്ത്രിക്ക്, ഉന്നതനായ ദൈവത്തിന്, ദേവാദി ദൈവത്തിന് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തുതിക്കാൻ പുതിയൊരു അനുഭവം വീണ്ടും ദൈവം തുറക്കും. ഇസ്രായേൽ ജനം ചെയ്തു വന്നത് അതാണ്. വഴികൾ അടയുമ്പോൾ ഇന്നലെ നടത്തിയതോർത്ത് സ്തുതിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തിയോർത്ത് സ്തുതിക്കും. പുതിയ വർഷം തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് പോകുന്നു. കഴിഞ്ഞ വർഷം നടത്തിയതോർത്ത് സ്തുതിക്ക്. കഴിഞ്ഞ നാൾ കൈ പിടിച്ചതോർത്ത് സ്തുതിക്ക്. അത്ഭുതങ്ങൾ നടക്കുന്നു. കരങ്ങൾ തട്ടി തന്നെ ദൈവത്തെ സ്തുതിച്ചോ. സ്തോത്രം.
ദൈവത്തെ ഓർത്ത് സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, ആ ബുദ്ധിമുട്ടുകളെ ദൈവത്തോട് അറിയിക്കുന്നതും സ്തുതിയിലാകട്ടെ. വിശുദ്ധന്റെ ജീവിതം സ്തുതിയുടെ ജീവിതം. ആമേൻ. കാരാഗ്രഹത്തിന് നടുവിലും സ്തുതിയുടെ ജീവിതം, പത്മോസിന്റെ നടുവിലും സ്തുതിയുടെ ജീവിതം, തീച്ചൂളയുടെ നടുവിലും സ്തുതിയുടെ ജീവിതം. സ്തുതിയുടെ ജീവിതം പോരാ, സ്തുതിയുടെ ജീവിതം, സ്തുതിയുടെ ജീവിതം. ബുദ്ധിമുട്ടുകളെ സ്തോത്രത്തോടെ അറിയിക്കുക. സ്തുതിയുടെ ജീവിതം. ഇന്നത്തെ നിന്റെ സിംഹത്തിന്റെ കുഴി ഒരു സ്തുതിയുടെ സ്ഥലമാക്കി മാറ്റുക. ഇന്നത്തെ നിന്റെ പത്മോസുകൾ ഒരു സ്തുതിയുടെ ഇടമാക്കി മാറ്റുക. ഇന്നത്തെ നിന്റെ കാരാഗ്രഹം ഒരു സ്തുതിയുടെ ഇടമാക്കി മാറ്റുക. ഇന്ന് നീ എവിടെയായിരിക്കുന്നോ അവിടെ സ്തുതിക്കുക. നിനക്കിന്ന് എന്ത് വേണോ അതിനെ അവിടുത്തെ നടുവിൽ സ്തുതിക്കുക. ഈ ദൂതിനകത്തൊരു ഭയങ്കര ക്രിയേറ്റിംഗ് പവർ ഉണ്ട്. ഇതിനകത്ത് എന്തോ ഒരു സൃഷ്ടിക്കുന്ന ശക്തിയുണ്ട്. കരം തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തുതി, സ്തുതി, സ്തുതി. രണ്ട് മൂന്ന് പദങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചോട്ടെ. പിന്നെ എന്തിന് കർത്താവിനെ നമ്മൾ സ്തുതിക്കണം? ദൈവം നമുക്ക് തന്ന ദാനങ്ങളെ ഓർത്ത് നിങ്ങൾ സ്തുതിക്കണം. 2 കൊരിന്ത്യർ 9 ലാസ്റ്റ് വേർഡ് നിങ്ങൾക്കറിയാം. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഓ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം, അത് നിമിത്തം കർത്താവിന് സ്തോത്രം. ഇതിനകത്ത് നിങ്ങളുടെ ഭൗതികത മാത്രം ഒതുങ്ങരുത്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലും കയറണം. നിങ്ങൾക്ക് ദൈവം തന്ന സകലതും എടുത്തെടുത്ത് സ്തോത്രം ചെയ്യണം. തന്ന വീടിന് സ്തോത്രം, തന്ന ജോലിക്ക് സ്തോത്രം, തന്ന മക്കൾക്ക് സ്തോത്രം. ആമേൻ. മക്കളൊക്കെ ഉള്ളതിനൊരു സ്തോത്രം ചെയ്യണം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് 5 വർഷമായി. എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് എൻ്റെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ്. ദൈവം തന്ന ദാനങ്ങൾക്ക് സ്തോത്രം, ദൈവം തന്ന ജോലിക്ക് സ്തോത്രം, ദൈവം തന്ന അഭിഷേകത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു ആത്മീയ മണ്ഡലമാണ്. ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന പറഞ്ഞു തീരാത്ത ദാനത്തിന് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഏതാണ്? ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയാം, പെട്ടെന്ന് പറയാം. 2 കൊരിന്ത്യർ 1 12 വാക്യം. ഞങ്ങൾ ലോകത്തിന് വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്താനല്ല, ദൈവകൃപയാലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലുമാണ് ഞങ്ങൾ പെരുമാറിയത്. അപ്പോൾ ദൈവം എനിക്ക് എന്ത് തന്നു? വിശുദ്ധി തന്നു. ദൈവം എനിക്ക് എന്ത് തന്നു? നിർമ്മലത തന്നു. ദൈവം തന്ന വിശുദ്ധിക്ക് സ്തോത്രം. ഓ, നിങ്ങൾ മിണ്ടിയില്ല. ദൈവം തന്ന നിർമ്മലതയ്ക്ക് സ്തോത്രം. അതിൻ്റെ അർത്ഥം വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്, സ്തോത്രം. നിർമ്മലത ദൈവത്തിൻ്റെ ദാനമാണ്, സ്തോത്രം. 1:21 ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമാണ്. അപ്പോൾ ഉറപ്പിക്കുന്നത് നമ്മുടെ ശക്തിയല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഉറപ്പിച്ചതിന് സ്തോത്രം. 2, അഭിഷേകം എൻ്റെ കഴിവല്ല, അത് ദാനമാണ്, അതിന് സ്തോത്രം. ആമേൻ പറഞ്ഞില്ല? കൈകളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. 3 അതിൻ്റെ 18 വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്
കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബന്ധിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി മാറും. അപ്പോൾ തേജസ് ദൈവത്തിൻ്റെ ദാനമാണ്. പറഞ്ഞു തീരാത്ത ദാനത്തിന് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കരങ്ങൾ ഉയർന്നില്ല, ആ കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ ദാനങ്ങളെ ഓർത്ത് സ്തുതിക്കുക. ഈ 2 കൊരിന്ത്യരിനകത്തെ ദാനങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്, നിർമ്മലത ദൈവത്തിൻ്റെ ദാനമാണ്, നിങ്ങളെ ഉറപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടെ മേൽ വരുന്ന അഭിഷേകം അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന തേജസ് അത് ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. നാമ്യം പറഞ്ഞാട്ടെ. 3-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 5-ാമത്തെ വാക്യം, ഞങ്ങളിൽ നിന്ന് വരുന്നത് പോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല. ഞങ്ങളുടെ പ്രാപ്തി അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ പറഞ്ഞു തീരാത്ത ദാനത്തിൽ അടുത്തത് പ്രാപ്തി തരുന്നതാണ് ദൈവം. ഒന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പ്രാപ്തി ദാനമാണ്. കൈകളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. പ്രാപ്തി ദാനം, തേജസ് ദാനം, വിശുദ്ധി ദാനം, അഭിഷേകം ദാനം, നിർമ്മലത ദാനം. ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. 5-ാം അധ്യായം സ്തോത്രം 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 അതിൻ്റെ 7-ാമത്തെ വാക്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, അത് ദൈവത്തിൻ്റെ ദാനം എന്ന് വരേണ്ടതിന്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അപ്പോൾ അടുത്ത ദാനം ശക്തി തരുന്ന ദൈവം. നിങ്ങൾ കർത്താവിന് നന്ദി. ഇന്ന് പകൽ നിങ്ങൾ ഇതിനൊക്കെ ഒരു സ്തോത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു പവർ നിങ്ങളകത്ത് വ്യാപരിക്കും. നിങ്ങൾ ആമേൻ പറയുന്നില്ല. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനം. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമല്ലാത്തൊരു ശക്തി നിങ്ങളിലേക്ക് ദൈവം ദാനമായി തരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം പറഞ്ഞു. ഏറ്റെടുത്തില്ല. സ്തോത്രം പറഞ്ഞു. നിങ്ങളുടെ ഇന്നുവരെയും നിങ്ങളുടെ സ്വന്തമല്ലാത്തൊരു ശക്തി നിങ്ങളുടെ മേൽ കർത്താവ് അയക്കാൻ പോകുന്നു. സ്തോത്രം സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനത്തിന് ദൈവത്തിന് സ്തോത്രം. ഇത് ഓരോന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഇവിടെ എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. ആമേൻ. നിങ്ങൾ വചനം കേൾക്കുന്നുണ്ടോ? പറഞ്ഞു തീരാത്ത പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ ഒരു പ്രാപ്തി ഇറങ്ങി വരും. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ ശക്തി ഇറങ്ങി വരും. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ അഭിഷേകം ഇറങ്ങി വരും. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ ആമേൻ ഉറപ്പിക്കുന്നൊരു അഭിഷേകം ഇറങ്ങി വരും. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ വിശുദ്ധി ഇറങ്ങി വരും. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ പ്യൂരിറ്റി ഇറങ്ങി വരും, നിർമ്മലത ഇറങ്ങി വരും. അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. 4-ാം അധ്യായം പറഞ്ഞു സ്തോത്രം ശക്തി ഇറങ്ങി വരും. ദാനം, സ്തോത്രം ചെയ്യുന്നവരിൽ ശക്തി. 5-ാം അധ്യായം 1-ാം വാക്യം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാനമായി. നിങ്ങളതിന് ആമേൻ പറഞ്ഞില്ല. ദാനമായി. കൈകളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ന് പറഞ്ഞാൽ നിത്യതയും ദൈവത്തിൻ്റെ ദാനം. ആമേൻ പറഞ്ഞില്ല. നിത്യതയും നിങ്ങൾക്ക് വേണ്ടി പണിയുന്ന കുടുംബവും ആ ഭവനവും നിങ്ങൾക്ക് വേണ്ടി ദാനമാണ്. ദാനം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കൈകളെ ഉയർത്തി ആമേൻ പറയാം. 6-ാം അധ്യായത്തിൽ പറയുന്നു സ്തോത്രം നിങ്ങളെ ഉയർപ്പിക്കും, പുനരുദ്ധാനം ചെയ്യും. ഉയർപ്പിക്കുന്നത് ഒരു ദാനമാണ്. നമുക്ക് ഇന്നിവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അടുത്ത അധ്യായത്തിലേക്ക് തുടരാൻ പറ്റത്തില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു പറഞ്ഞു തീരാത്ത. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. പറഞ്ഞു തീരാത്ത ദാനത്തിന് ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ഇന്ന് നിന്റെ മേൽ ശക്തി ഇല്ലെങ്കിൽ സ്തോത്രം ചെയ്തോ, ശക്തി ഇറങ്ങി വരും.
നിന്റെ മേൽ ഇന്ന് പ്രാപ്തിയില്ലെങ്കിൽ സ്തോത്രം ചെയ്തോ, ശക്തി ഇറങ്ങി വരും. നീ സ്തോത്രം ചെയ്തോ, കർത്താവിൻ്റെ ഗ്ലോറി ഇറങ്ങി വരും. സ്തോത്രം ഭയങ്കര പവറാണ് സ്തോത്രത്തിന്, ഭയങ്കര ശക്തിയാണ് സ്തോത്രത്തിന്. കൈകളെ ഉയർത്തി 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 ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ഒരു ആരാധന കൊടുക്കാം. മഹത്വമുള്ള സ്തോത്രം, അതാണ് ഞാൻ ഈ പറയുന്നത്, മഹത്വമുള്ള സ്തോത്രം. അടുത്തത് നിങ്ങൾ എന്തിന് സ്തോത്രം ചെയ്യണം? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പ്രാപ്തനായതല്ല, പ്രാപ്തനാക്കി. ഓക്കെ, അടുത്ത വാക്ക്. പ്രാപ്തനാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിവെച്ചവന് നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇവിടെ നിന്ന് കേട്ട് ഇറങ്ങിപ്പോണ്ടൊരു ദൂതല്ല. ഇന്നിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഈ നദി നിങ്ങളുടെ അകത്ത് ഇന്നിവിടെ ഉണ്ടാകണം. ഇന്ന് നിങ്ങളുടെ അകത്തു നിന്നൊരു സ്തുതി ഉണ്ടാകണം. ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങളുടെ അകത്തു നിന്നൊരു സ്തുതിയുടെ നദി പുറപ്പെടും. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ, ജീവന്റെ നദി പോലെ ഇന്ന് പകൽ ഈ വചനം ഏറ്റെടുത്താൽ ഒരു സ്തുതിയുടെ നദി. വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾ എന്തിന് സ്തോത്രം ചെയ്യണം? നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വെച്ചതിന് നിങ്ങൾ സന്തോഷത്തോടെ, സ്തോത്രം പറഞ്ഞില്ല, സന്തോഷത്തോടെ, സന്തോഷത്തോടെ, ഹല്ലേലൂയ, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവർ ആകണം. അപ്പോൾ എന്തിനടുത്താണ് സ്തോത്രം ചെയ്യണം? നിങ്ങളെ ദൈവം എന്താക്കി വെച്ചോ അതിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ആമേൻ പറഞ്ഞില്ല. നിങ്ങളെ ദൈവം ആക്കി വെച്ചതോർത്ത് സ്തോത്രം ചെയ്യണം. നിങ്ങളെ എന്താക്കി വെച്ചു? നിങ്ങളെ വെളിച്ചത്തിലാക്കി വെച്ചു. ദൈവം എന്ത് നിങ്ങളെ ആക്കി വെച്ചു? നിങ്ങളെ ദൈവ മക്കളാക്കി വെച്ചു. ദൈവം നിങ്ങളെ എന്താക്കി വെച്ചു? അവൻ്റെ അവകാശിയാക്കി വെച്ചു. ദൈവം നിങ്ങളെ എന്താക്കി വെച്ചു? നിങ്ങളെ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കി വെച്ചു. പോരാ, നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചേ പറ്റൂ. നാവുകളെ തുറന്ന് യേശുവിനൊരു ആരാധന കൊടുത്തേ പറ്റൂ. ചേർന്ന് എല്ലാ നാവും തുറന്ന് ഒരു നിമിഷം കൂടെ കർത്താവിന് ആരാധന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചേർന്ന് ദൈവത്തിന് നന്ദി പറയുക. ദൈവം നിങ്ങളെ പുത്രന്മാരാക്കി വെച്ചു. സ്തോത്രം. ദൈവം നിങ്ങളെ വെളിച്ചത്തിലാക്കി വെച്ചു. സ്തോത്രം. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഈ വാക്കിവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ആക്കി വെച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം. നിങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് മഹത്വമാകും. മഹത്വമുള്ള സ്തോത്രം. കേട്ടില്ല? മഹത്വമുള്ള സ്തോത്രം. മഹത്വമുള്ള സ്തോത്രം എന്ന യാഗം നിങ്ങൾ അവൻ ചെയ്തതോർത്ത് സ്തുതിക്കുമ്പോൾ അത് മഹത്വമുള്ള യാഗം. അടുത്ത ഒരൊറ്റ വാക്യം, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. എല്ലാറ്റിനും സ്തോത്രം. ഇത് പറയാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ വണ്ടി ഇടിച്ചതിന് സ്തോത്രം. കേട്ടില്ല? കർത്താവേ, എൻ്റെ കാൽ ഒടിഞ്ഞതിന് സ്തോത്രം. കേട്ടില്ല? കർത്താവേ, എനിക്ക് നെഞ്ചുവേദന വന്നതിന് സ്തോത്രം. അങ്ങനെ സ്തോത്രം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്: എല്ലാറ്റിൻ്റെയും നടുവിൽ സ്തോത്രം ചെയ്യുക. അത് പറ്റും, അത് പറ്റും. എല്ലാറ്റിനും സ്തോത്രമല്ല, എല്ലാറ്റിൻ്റെയും, കേട്ടില്ല, നടുവിൽ സ്തോത്രം ചെയ്യുക. നിങ്ങൾ പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ സ്തോത്രം, സ്തോത്രം,
ഒടിഞ്ഞതിനല്ല സ്തോത്രം, മുറിഞ്ഞതിനല്ല സ്തോത്രം. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. പോരാ, ആമേൻ പറയാതിരിക്കുന്നു, ആമേൻ പറയാതിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും നടുവിൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ സ്തോത്രം ചെയ്തുകൊണ്ട് അതിന് നടുവിലൂടെ പോകണം. കേട്ടില്ല 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 എന്നാണ് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ജൂൺ മാസം ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയാകുമ്പോൾ രാവിലെ ഞാൻ മുഖം നോക്കുമ്പോൾ എൻ്റെ ഈ കണ്ണ് മാത്രമേ ചലിക്കുന്നുള്ളൂ. എൻ്റെ ഈ സൈഡ് മുഴുവൻ കോടിപ്പോയി. ഹല്ലേലൂയ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുന്ന തിരിയുന്നില്ല. ഒരു സൈഡിലൂടെ തുപ്പലുകൾ ഇങ്ങനെ ഒഴുകുക. ഹല്ലേലൂയ. അന്ന് എനിക്ക് ബോംബെയിൽ ഒരു മീറ്റിങ്ങിന് പോകണം. എയർപോർട്ട് വരെ എങ്കിലും പോയി, എന്നിട്ടും പോയി. തിരിച്ചു വരുമ്പോൾ സങ്കടമൊന്നും വന്നില്ല. ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് വന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാറ്റിൻ്റെ നടുവിലും, കേട്ടില്ല, എല്ലാറ്റിൻ്റെ നടുവിലും സ്തോത്രം. പിറുപിറുപ്പിട്ടുകൾ മാറട്ടെ, കുറ്റം പറച്ചിലുകൾ മാറട്ടെ, കർത്താവിനുള്ള പരിതാപങ്ങൾ മാറട്ടെ. എല്ലാറ്റിൻ്റെ നടുവിലും, കേൾക്കുന്നില്ല കേൾക്കുന്നില്ല, ഇന്ന് നീ ആയിരിക്കുന്ന രോഗത്തിൻ്റെ നടുവിലും, ഇന്ന് നീ ആയിരിക്കുന്ന കഷ്ടത്തിൻ്റെ നടുവിലും, ഇന്ന് നീ നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലും സ്തോത്രം. എത്ര കാമ്യം പറയാൻ പറ്റും? നിങ്ങൾ അങ്ങനെ ചെയ്താൽ മഹത്വമുള്ള യാഗം, മഹത്വമുള്ള യാഗം.